പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചതിലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നെന്മാറയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗണിൽ നടന്ന പൊതുയോഗം കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വർഷങ്ങളായി എല്ലാ കാര്യത്തിലും അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളെയും അടിയോടുകൂടി ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് BJPയുടെ സർക്കാരും അന്ന് അതിന് ഒത്താശ ചെയ്ത കേരളത്തിലെ കോൺഗ്രസും ചെയ്തുകൊണ്ടിരുന്നു. കേരളത്തിന് സ്വന്തമായി ഒരു റെയിൽവേ എന്ന ഒരു സ്വപ്ന പദ്ധതി റെയിൽ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി അതിന്റെ പഠനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ സർവേ നടത്തിയ മഞ്ഞക്കുറ്റികൾക്ക് മുന്നിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുള്ള സമരങ്ങൾ കോൺഗ്രസും BJPയും ഒരുമിച്ചാണ് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി നടത്തിയത്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് അനുവദിക്കുന്ന പുതിയ റെയിൽവേകളില്ല, പുതിയ പാതയുടെ വികസനമില്ല. കേന്ദ്ര ഗവൺമെന്റിൻ്റെതായ ഒരു പദ്ധതിയും നമ്മുടെ കേരളത്തിൽ അനുവദിക്കില്ല എന്ന ദുഷ്ട ലാക്കോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഉൾപ്പെടെ ആവശ്യമായ സ്ഥലം ഞങ്ങൾ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടും അതിന് വിടുവായത്തങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവിടെ അനുവദിക്കും, അവിടെയല്ല ഇവിടെയാണ് അനുവദിക്കുക എന്ന് അന്നത്തെ MP പറഞ്ഞു നടന്നതൊഴികെ ഈ കേരളത്തിന് അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സനൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാഹുൽ തെങ്ങുംപാടം, തോട്ടത്തിൽ നാരായണൻ, TG അജിത് കുമാർ, C പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.